നമസ്കാരം, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു കോളിഫ്ലവറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മളിതൊരു 5 മിനിറ്റ് നല്ല തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം നമ്മളിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വെള്ളം തിളപ്പിക്കുമ്പോൾ ഉപ്പിട്ടിട്ട് തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, അതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് റൈസാണ്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് റൈസ് വേവിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഒരു കോളിഫ്ലവറിന് ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലോട്ട് നമ്മൾ 2 ടേബിൾ ടീസ്പൂൺ മൈദയും 2 ടേബിൾ ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർക്കാം. 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് എടുത്താൽ മതിയിട്ടാണ്. കാരണം നമ്മൾ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസായി വരും. അപ്പോൾ ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ കോളിഫ്ലവർ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോളിഫ്ലവർ ഈ ഒരു ബാറ്ററിലോട്ട് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്നും മാറ്റി വയ്ക്കണ്ട, നേരിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും മതി. ആദ്യം നമുക്കിതിലോട്ട് ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഉരുളൻകിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ കോളിഫ്ലവറും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കോളിഫ്ലവർ ഒരു 5 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ. അപ്പോൾ ഒരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട്, ഒരു പകുതിയോളം കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അധികം സമയമൊന്നും എടുക്കില്ല. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡും ഒന്ന് മുരിയുന്ന വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ബാറ്ററൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ചൂടായിരിക്കുന്ന ഈ പാനിലോട്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 5 വലിയ സൈസിലുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെളുത്തുള്ളിയുടെ ഒരു റോ ഫ്ലേവർ മാറിക്കഴിയുമ്പോൾ നമ്മളിതിലോട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സവോളയുടെ ആ റോ ഫ്ലേവറൊക്കെ മാറി ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണം. എന്നാലേ നമ്മൾ ആ റൈസ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോയിലോട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം. അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി ചെറുതായിട്ട് എരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പകുതിയോളം ഒന്ന് തക്കാളി വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ റൈസൊക്കെ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പം ഉപ്പിൻ്റെ അളവ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ കോളിഫ്ലവറിലും അതുപോലെ തന്നെ ഉരുളൻകിഴങ്ങിലും എല്ലാം ഉപ്പിട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ കോളിഫ്ലവറൊക്കെ റൈസിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റൈസാണ്. പിന്നെ നിങ്ങൾ മുട്ട ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് മുട്ടയൊന്ന് സ്കിപ്പ് ചെയ്താൽ മാത്രം മതി.
അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിലോട്ട് പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം തന്നെയില്ല. നമുക്ക് തൈരിൻ്റെ സാലഡ് ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.